ഉന്നാവ് ബലാത്സംഗ കേസിൽ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് പുറത്ത്. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുന്നത് കേസിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണെന്ന് ഉത്തരവിൽ പറയുന്നു. കുൽദീപ് സെൻഗാറിനെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കരുതെന്നും ഉത്തരവിലുണ്ട്. സുബോധ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സുബോധ, കുൽദീപ് സെൻഗറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവ് വലിയ തിരിച്ചടിയാണ്. അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. എന്താണ് ഈ ഉത്തരവിന്റെ ഉള്ളടക്കം? സെൻഗറിന് വലിയ തിരിച്ചടി തന്നെയാണ് ഈ വിധി പകർപ്പ്. കാരണം ഇപ്പോൾ വിധി പകർപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സെൻഗറിനെ ഒരു കാരണവശാലും പുറത്തു വിടരുത് എന്ന് തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളുള്ള ഒരു ചെറിയ പിഴവ് കൂടി സുപ്രീം കോടതി എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് ഈ സെക്ഷൻ 5 പ്രകാരം പൊതുപ്രവർത്തകൻ റേപ്പ് ചെയ്താൽ, അതൊരു ബലാത്സംഗത്തിനിരയായാൽ ശിക്ഷ കൂടുതൽ വിധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ പൊതുപ്രവർത്തകൻ എന്ന നിർവചനത്തിൽ MLA, MP എന്നിവർ വരുന്നില്ല. അതുകൊണ്ട് ഇയാൾ ഇതിനകം തന്നെ കൊടുത്ത ശിക്ഷ കൂടുതലാണ്. ഇപ്പോൾ അത് അധിക കാലം ജയിലിൽ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യം നൽകുകയും ചെയ്തിരുന്നത്. പക്ഷേ ഈ കുറ്റത്തിൻ്റെ ഒരു ഗൗരവം കാണേണ്ടതുണ്ട് ഹൈക്കോടതി എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറഞ്ഞത്. കാര്യം 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2019 ഒരു ഭേദഗതിക്ക് ശേഷം പാർലമെന്റ് ഭേദഗതിയിൽ തന്നെ പോക്സോ കുറ്റത്തിന് വളരെയധികം ശിക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടായത് എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ്, അതായത് സെൻഗറിന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ജനുവരി 20 കേസ് വീണ്ടും പരിഗണിക്കും എന്നുകൂടി വിധിന്യായത്തിൽ എടുത്തു പറയുന്നു.